നമസ്കാരം. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമുണ്ടായിട്ടില്ല എന്ന സർക്കാരിന്റെയും സ്പീക്കറുടെയും അവകാശവാദം പൊളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് മുൻപ് പ്രതികളെ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കിയ 3 ജയിൽ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തു. സ്പീക്കറുടെ മറുപടിക്ക് ശേഷവും KK രമയുടെ മൊഴിയെടുത്ത പോലീസുകാർ സർക്കാരിന്റെ ശമ്പളം വാങ്ങിയിട്ട് പ്രതിപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകാമെന്ന് മന്ത്രി MB രാജേഷ്. ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിപക്ഷം. വീഴ്ചയില്ലാഞ്ഞോ നടപടി? ഉദ്യോഗസ്ഥർ മാത്രമോ ഉത്തരവാദികൾ? പോലീസ് പണിയെടുക്കുന്നത് പ്രതിപക്ഷത്തിനു വേണ്ടിയോ? ഒന്നും അറിയുന്നില്ലേ ആഭ്യന്തര വകുപ്പ്? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീമതി KK രമ MLA RMPയിൽ നിന്ന്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ൽ നിന്ന്. വിശദമായ ചർച്ചയുടെ വേളയ്ക്ക് ശേഷം സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. നമുക്ക് ആദ്യം ശ്രീമതി KK രമ MLA-യിലേക്കാണ് സൂപ്പർ പ്രൈം ടൈം പോകുന്നത്. ശ്രീമതി KK രമ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീമതി KK രമ, അനിതര സാധാരണമായ ഒരു സാഹചര്യമാണ് അങ്ങേക്ക് നിരന്തരം നേരിടേണ്ടി വരുന്നത്. ഒരു വ്യാഴവട്ടക്കാലമായി കോടതിക്ക് പുറത്തും നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ന് നിയമസഭയിൽ വരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോഴൊക്കെ CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരു കാര്യം, അത്തരത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല, ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, നിയമപരമായി മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ സബ്മിഷന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഈ നടപടി എന്തിനാണ് ഉണ്ടാകുന്നത്? ഒരു വീഴ്ചയുമില്ല എങ്കിൽ പിന്നെ നടപടി എടുക്കേണ്ട കാര്യം എന്താണ്? നോക്കൂ മാധു, ഇത് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം പുറത്തു വന്ന സമയത്ത് 22-ാം തീയതിയാണ് വാർത്താമാധ്യമങ്ങൾ മുഖേന ഇത്തരത്തിലൊരു ഈ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അന്ന് തന്നെ അതിൻ്റെ വിവാദമായി. അപ്പം അന്ന് വൈകുന്നേരമാണ് ഈ രാവിലെ വിവാദം വരുന്നു. 22-ാം തീയതി ഉച്ചയ്ക്ക് ജയിൽ മേധാവി പ്രസ് റിലീസ് നടത്തുന്നു. അതിനുശേഷം വൈകുന്നേരം വീണ്ടും പാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ ഓഫീസിൽ നേരിട്ട് വന്ന് എൻ്റെ മൊഴിയെടുക്കുകയാണ്. അപ്പോൾ അന്ന് സഭയിൽ ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറയുകയും അത് പറഞ്ഞിട്ട് പോലും ഇത് ഉദ്യോഗസ്ഥർക്ക് പറ്റിയ പിഴവാണ് എന്നാണ് അന്ന് പറഞ്ഞത്. ഇത് അഭ്യൂഹങ്ങളാണ് എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അങ്ങനെ ഒരു നീക്കവും നടക്കുന്നില്ല എന്ന് ഗവൺമെന്റിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കർ സഭയിൽ പറയുകയാണ്. പക്ഷെ അന്ന് വൈകുന്നേരം വീണ്ടും നേരിട്ട് വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ മൊഴിയെടുക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷവും അവർ പറഞ്ഞു ഉദ്യോഗസ്ഥലത്തിൽ നീക്കം ഉണ്ടാകുന്നില്ല, ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും എന്നൊക്കെ അന്നും പറഞ്ഞിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം രാത്രി 7:30-ക്ക് വീണ്ടും കണ്ണൂർ ജില്ലയിലെ കൊളവർലൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വിളിക്കുകയാണ്. അപ്പോഴാണ് ഈ ഗൂഢാലോചന കേസിലെ ഒരു പ്രതി കൂടി ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അതുവരെ 3 പ്രതികളായിരുന്നു, കൊലയാളി സംഘത്തിലെ 3 പ്രതികളായിരുന്നു ഇതിനകത്തുണ്ട് എന്നറിഞ്ഞത്. ഗൂഢാലോചന കേസിലെ ഒരു പ്രതി കൂടെ ഉൾപ്പെടുത്തി 4 ആൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെയും മൊഴിയെടുക്കുന്നത്. അപ്പോൾ ഇത് അതുവരെ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് തെളിയുകയാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പിന്നെ പോലീസ് അന്ന് നിർത്തിവെക്കേണ്ടതാണല്ലോ. അന്ന് ഉദ്യോഗസ്ഥർക്ക് പറ്റിയ തെറ്റാണ് എന്ന് ജയിൽ മേധാവി ഉൾപ്പെടെ പറയുമ്പോൾ അന്ന് ആ നടപടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടാമല്ലോ. അന്ന് 3 പേരുടെ പേരാണ് വിവാദമായത്. അതിനുശേഷം മനോജ് 7ാമതായി ഉൾപ്പെടുന്നു എന്നൊരു വിവരം വരുന്നു. ഈ ജയിൽ വകുപ്പിന് TP കേസിലെ പ്രതികൾ ആരൊക്കെയാണ് കണ്ണൂർ ജയിലിലുള്ളത്, അവരിൽ ആരൊക്കെയാണ് ഈ 56 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്ന് പരിശോധിക്കാൻ പോലും ഒരു സംവിധാനവുമില്ല എന്ന് വിശ്വസിക്കണോ മലയാളികൾ? അങ്ങനെ അത് CPM-കാർ വിശ്വസിക്കുമായിരിക്കും. കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യർക്കും അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് TP കേസിലെ പ്രതികളാണ് കണ്ണൂർ ജയിൽ ഭരിക്കുന്നത്. അവർക്ക് ഇഷ്ടം പോലെ പരോള് നടക്കാനും അവർക്ക് പുറത്തു പോകാനും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവരാണ് ജയിൽ ആരൊക്കെ വേണം എന്തൊക്കെയാണ് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആളുകൾ പോലും ഈ TP കേസിലെ പ്രതികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ മാത്രം ഈ ലിസ്റ്റിൽ TP കേസിലെ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ നമ്മളൊക്കെ എന്താ മണ്ടന്മാരാണോ?
നമ്മളൊന്നും അരിഹാരം കഴിക്കുന്ന ആളുകളല്ലേ? ഉദ്യോഗസ്ഥന്മാർക്കാണോ ഇത് ഈ ലിസ്റ്റിൽ ഈ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കുക? ഇതിനകത്ത് ജയിൽ ഉപദേശക സമിതിയുണ്ട്, ആഭ്യന്തര വകുപ്പ് മേധാവികളുണ്ട്. ഈ ജയിൽ ഉപദേശക സമിതി എന്ന് പറയുന്നത് അതൊരു ബോഡിയാണല്ലോ. അതിനകത്ത് സർക്കാർ നോമിനിയായിട്ട് പാർട്ടിയുടെ പ്രതിനിധി പി ജയരാജനുണ്ട്. ആ പി ജയരാജനൊക്കെ നിർദ്ദേശം കൊടുക്കാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുമോ? ഈ പ്രതികളെയും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്താൻ? ഇനി അങ്ങനെ വിചാരിക്കാം, ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ പിഴവാണ് ഈ 10 വർഷം കഴിഞ്ഞവരെ ഉൾപ്പെടുത്താനുള്ള ഈ ഓർഡറിന്റെ ഭാഗമായിട്ട്. 10 വർഷമല്ല, ഈ ഓർഡറിൽ 14 വർഷമാണ്. ഇവർ 10 വർഷമായിട്ടേ ഉള്ളൂ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 10 വർഷം കഴിഞ്ഞതാണെങ്കിൽ എന്തേ TP കേസിലെ മുഴുവൻ പ്രതികളും വരാതെ പോയത്? എന്തേ ഈ 4 പേരെ മാത്രം ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാ? അങ്ങനെയാണെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയാണെങ്കിൽ എല്ലാവരെയും 10 വർഷം കഴിഞ്ഞവരെ എല്ലാവരെയും ഉൾപ്പെടുത്തണമെങ്കിൽ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമാണ് മധു. ഇതൊക്കെ ഉരുണ്ട് കളിക്കുകയാണ് സർക്കാർ. മാത്രമല്ല ഈ പറയുന്ന 4 പേര് ഉൾപ്പെടുന്നു, അതിൽ 3 പേര് ആദ്യഘട്ടത്തിൽ വലിയ വിവാദമാകുന്നു. ഇപ്പോ ഈ മനോജിന്റെ കാര്യം കൂടി പുറത്തു വരുന്നു. പിന്നീട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അത് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കിയതാണ് ഇപ്പൊ സർക്കാർ ചെയ്യുന്നത്. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരാണോ ഇതിനകത്ത് പിഴവ്? ഇനി പിഴവറ്റിയ ഉദ്യോഗസ്ഥന്മാരെ അന്ന് നടപടി എടുക്കാലോ, എടുത്തിട്ടില്ലല്ലോ. ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ശരി ശ്രീമതി കേക്കരം, അതായത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ വീഴ്ച ഉണ്ടാകുന്നു, അത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നു. സർക്കാർ ഇന്ന് പറയുന്നു ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് പരിഗണനയിലുള്ള സർക്കാരിന്റെ എന്ന് പറയുന്നു. ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞതുപോലെ അങ്ങയുടെ വീട്ടിൽ വന്ന് അങ്ങയോട് നേരിട്ട് ഈ പറയുന്ന കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ പോലീസുകാർക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് പ്രതിപക്ഷത്തിന് വേണ്ടി ജോലിയെടുക്കുന്നവർ സർക്കാരിന്റെ ശമ്പളം വാങ്ങി എന്നാണ്. അപ്പോ ഇങ്ങനെ വീഴ്ചയുണ്ടാകുന്നതെല്ലാം പോലീസുകാർക്കാണെങ്കിൽ പോലീസുകാർക്ക്, ജയിൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക്, എല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ മധു. ഒരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥന് വിചാരിച്ചാൽ ഈ കേസിലെ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ജയിൽ ഉപദേശക സമിതി എന്നൊരു പറയുന്ന ഒരു ബോഡി അതിനകത്തുണ്ട്, ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളാണ് ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നത്. ആ തയ്യാറാക്കുന്നതിൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാവുണ്ട്. ഇനി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പിന്റെ ഇതിന്റെ ഹോമിന്റെ മേധാവി, അദ്ദേഹമാണ് കത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ വകുപ്പിലൊന്നും അറിയാതെ അദ്ദേഹം കൊടുക്കുന്ന കത്ത് എന്താണ്? ഈ പ്രതികളെ മുഴുവൻ വിട്ടയക്കാൻ സ്പെഷ്യൽ റെമിഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്പെഷ്യൽ പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത്. ഈ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ TP കേസിലെ 4 പ്രതികൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ 4 പ്രതികളെ പ്രധാനമായിട്ട് ഉൾപ്പെടുത്താനുള്ള കാരണം ഞാൻ കഴിഞ്ഞ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രതികൾ, പ്രത്യേകിച്ച് TK രജീഷിനെ പോലുള്ള ആളുകൾ ജയിലിനകത്ത് വലിയ അസ്വസ്ഥരാണ്. അവർക്ക് ഇനിയും ഞങ്ങൾ ഇതേപോലെ ഇതിനകത്ത് തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരും എന്ന് അവർ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിച്ചു നിർത്താൻ, അവരെ സമാധാനിപ്പിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സർക്കാർ നിങ്ങളോടൊപ്പമാണ്, പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ പുറത്തുവിടാനുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് വരുത്തി, അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണിത്. പ്രതികൾക്ക് വേണ്ടി, പ്രതികളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഏത് ഇന്ദ്രൻ വിചാരിച്ചു കഴിഞ്ഞാലും ഈ പ്രതികളെ പുറത്തുവിടാൻ കഴിയില്ല. ഇപ്പൊ സർക്കാർ പറയുന്നുണ്ടല്ലോ ഞങ്ങള് ഈ പ്രതികളെ പുറത്തുവിടാനുള്ള ഒരു നീക്കവും സർക്കാർ നടത്തില്ല എന്ന്. സർക്കാരിന്റെ ഒരു ഔദാര്യം ഇതിനകത്ത് വേണ്ടെന്നേ. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ വിധിയുണ്ട്. ആ വിധി മറികടക്കണമെങ്കിൽ സുപ്രീം കോടതി ആ വിധി മാറ്റണം, എങ്കിൽ മാത്രമേ കഴിയൂ. 20 വർഷത്തിനുള്ളിൽ ഒരു തരത്തിലും റെമിഷൻ പാടില്ല എന്നുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ വിധി നിലനിൽക്കെ അതൊരു സർക്കാരിനും വയലേറ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. പിന്നെ എന്തിനാ സർക്കാർ ഞങ്ങൾക്ക് അങ്ങനെ തീരുമാനമില്ല എന്ന് പറയുന്നത്? കഴിഞ്ഞ ദിവസം സൂപ്രണ്ട്, ഇപ്പോൾ ഈ സസ്പെൻഷനിലായ ഈ സൂപ്രണ്ട് അടക്കമുള്ളവർ അവർ കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പുണ്ടല്ലോ. വിശദീകരണ കുറിപ്പ് അനുസരിച്ച് ശ്രീ KS ശ്രീജിത്ത് പറയുന്നത് എന്താണ്? സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ചാണ് TP കേസിലെ പ്രതികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നാണ്. അപ്പൊ ആ മാനദണ്ഡം അവിടെ നിൽക്കുന്നുണ്ട്, ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ല എന്നൊരു സംവിധാനം ആകെ വിശ്വസിക്കുമോ?
അല്ല, അവർ വിചാരിച്ച സംവിധാനം ഇതൊന്നും പുറത്തു വരില്ല, ഇതാരും അറിയില്ല എന്നുള്ള വിചാരണമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതെങ്ങനെ പുറത്തു പോയി എന്നുള്ള അന്വേഷണം ഇപ്പൊ നടത്തുന്നുണ്ട് എന്നാ. ഈ ലിസ്റ്റ് എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി, ഇതെങ്ങനെയാണ് പുറത്തു വന്നത് എന്നതിനാണ് ഇപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ CCTV ഒക്കെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എങ്ങനെ പുറത്തു പോയി എന്നുള്ളത്. അപ്പൊ പുറത്തു പോകാതെ ഇതാരും അറിയാതെ ഇതങ്ങ് നടത്തി ഇവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം എന്നുള്ളതായിരുന്നു ധാരണ. 53 ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് പലർക്കും മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ ഈ കേസിലെ 7ാം പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് മനോജ് എം എന്ന് പറയുന്നു. മനോജ് എം 55 നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ട്രൗസർ മനോജ്, ഈ മനോജിനെ ട്രൗസർ മനോജ് എന്നാണ് അറിയപ്പെടുന്നത്. കോടതിയുടെ വിധിയിലെ ആ ജഡ്ജ്മെന്റിൽ പോലും മനോജ് എന്ന ട്രൗസർ മനോജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രൗസർ മനോജ് മാറ്റി മനോജ് എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ ഇതാരും ശ്രദ്ധിക്കപ്പെടാതെ ഇതങ്ങ് പോകും എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ഭാഗത്തു നിന്ന് വന്ന ഒരു കാര്യമല്ല ഇത് വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കുറച്ചു പ്രതികളെ മാത്രം തൽക്കാലം കുറച്ചു പേരെ എടുക്കാം. ഇനി ഇത് പ്രശ്നമായിട്ടില്ലെങ്കിൽ അടുത്ത ലിസ്റ്റിൽ മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്താം എന്നത് തന്നെയാണ് ആലോചന. അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഉൾപ്പെടുത്തേണ്ട യാതൊരു ഇനി മാനദണ്ഡമാണെന്ന് പറഞ്ഞല്ലോ മാധു. ഏത് മാനദണ്ഡ പ്രകാരമാണ് ഈ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കുക? 10 വർഷമായിട്ടേ ശിക്ഷ കിട്ടിയിട്ട് ആ 10 വർഷക്കാലം കൊണ്ട് ഇവരെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുക. 10 ഇപ്പൊ 12 വർഷം എന്ന് വിചാരിക്കുക. 12 വർഷം കൊണ്ട് 14 വർഷമാണ് ഈ ഓർഡർ. 2025/11/2022 ഓർഡർ പ്രകാരം 14 വർഷം കഴിഞ്ഞ ആളുകളാണ് ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി വിട്ടയക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അവിടെയും എങ്ങനെയാണ് ഇവർ വരിക? ആ മാനദണ്ഡ പ്രകാരം വരാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ ഈ സർക്കാരിന്റെ ആ കത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്താണ് എന്നതിനെ സംബന്ധിച്ച്. 3/6/2024 സർക്കാരിന്റെ കത്ത് എന്നാണ് പറയുന്നത്. ആ കത്തിൽ ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞവരെ എന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അടുത്തതറിയേണ്ടത്. ആ കത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് നമുക്കൊരു അറിവുമില്ല. ആ കത്ത് പ്രകാരമാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഈ തീരുമാനം എടുത്തിട്ടുള്ളെങ്കിൽ ഒളിച്ചു വെക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല. ഇതടക്കമുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പ്രതിപക്ഷവും അങ്ങും ശ്രമിക്കുമോ? അല്ല, ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് കഴിഞ്ഞ സഭയിൽ 5 മാസം മുന്നേ ചോദിച്ച ചോദ്യത്തിനും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല മാധു. അന്നും ഈ TP കേസിലെ പ്രതികൾക്ക് എത്ര പരോള് കഴിച്ചു, മറ്റ് വിശദാംശങ്ങളൊക്കെ ചോദിച്ചിട്ട് വിവരം ശേഖരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ സഭയിൽ ഇന്ന് വരെ അതിന്റെ മറുപടി കിട്ടിയിട്ടില്ല. എവിടുന്നാണ് പിന്നെ കിട്ടുന്നത്? നമുക്ക് ഒരു 14 ദിവസത്തിനുള്ളിൽ ഇതിനെ മറുപടി തരണമെന്ന് കൃത്യമായി ചട്ടമുള്ളപ്പോൾ പോലും അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഈ ചോദ്യവും ചോദിക്കും, ഒരു സംശയം വേണ്ട. ഈ സഭയിൽ വീണ്ടും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചതിന് ശേഷം മറ്റധികളിലേക്ക് വരാം. ശ്രീമതി കെ രമ, ഇപ്പോ ഇന്ന് മന്ത്രി MP രാജേഷ് സർക്കാരിന് വേണ്ടി ഇങ്ങനെ ഒരു മറുപടി പറയുന്നുണ്ട്. ഈ കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവ് സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടാകില്ല എന്നുള്ളത് അതങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഈ തരത്തിലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് അങ്ങേക്ക് ആത്മവിശ്വാസമുണ്ടോ? ഇല്ല മാധു, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നീക്കങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള സംബന്ധിച്ച് എനിക്കൊരു വിശ്വാസവുമില്ല. ഈ സർക്കാർ പോകുന്നതിന്റെ മുന്നേ ഈ പ്രതികളെ വിറ്റയക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും അവർ നടത്തും. ഏതെങ്കിലും പഴുതുകൾ അവർ കണ്ടെത്തും. നിയമത്തിൽ തന്നെ മറ്റെന്തെങ്കിലും പഴുതുകൾ ഉണ്ടാകുമോ എന്നുള്ള പരിശോധനയും ഇവർ നടത്തും. ഈ പ്രതികൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത്, പ്രതികളുടെ നാവാവേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ നീക്കത്തിൽ നിന്ന് പിറകോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയും. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുമ്പോൾ അങ്ങനെയൊരു നീക്കത്ത് അസാധ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരി, വളരെയധികം നന്ദി ശ്രീമതി കെ രമ പ്രതികരിച്ചതിന്. ഞങ്ങളോട് ഈ വിഷയത്തിൽ മറ്റതിഥികളിലേക്ക് പോകാം. ശ്രീ അരുൺകുമാർ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ, ഇന്നു നിയമസഭയിലൊക്കെ സർക്കാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം സ്പീക്കർ അടിയന്തര പ്രമേയം തള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യം നീക്കമുണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ എന്നാണ്. ഒരു നീക്കവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നടപടി എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് കെ രമ. ഇവിടെ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് റിമിഷൻ കൊടുക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 161 പ്രകാരവും ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ 432, 433 വകുപ്പുകൾ പ്രകാരമുള്ളതാണ്. ആ റിമിഷന് അർഹതപ്പെട്ടവർക്ക് കാലാകാലങ്ങളിൽ റിമിഷൻ കൊടുക്കും. അത് സ്വാതന്ത്ര്യ ദിനത്തിന് കൊടുക്കും, റിപ്പബ്ലിക് ദിനത്തിന് കൊടുക്കും, കേരളപ്പിറവിക്ക് കൊടുക്കും. വിശേഷ ദിനങ്ങൾ വരുമ്പോൾ ഗവൺമെന്റുകൾ കൊടുക്കാറുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് റിമിഷൻ കൊടുക്കാനുള്ള തീരുമാനം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതാണ്.
അതിന്റെ ഭാഗമായി 2022 നവംബർ മാസം 25-നാണ് ഒരു ഉത്തരവ് ഇറങ്ങിയത്. അതിൽ റിമിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട്, പുതിയ ഉത്തരവ്, ആ ഉത്തരവിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് റിമിഷന് അർഹതയുള്ളത് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഒന്ന്, സ്ത്രീകളെയും കുട്ടികളെയും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും കൊലപ്പെടുത്തിയ കേസുകളിലെ പ്രതികൾക്ക് റിമിഷൻ കിട്ടില്ല. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന കൊലപാതക കേസിലെ പ്രതികൾക്ക് കിട്ടില്ല. മതപരവും സാമുദായികപരവുമായ രീതിയിൽ കൊലപാതകം നടത്തിയവർക്ക് കിട്ടില്ല. വാടക കൊലയാളികൾക്ക് കിട്ടില്ല. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിലെ പ്രതികൾക്ക് കിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ കോടതികൾ ശിക്ഷിച്ച പ്രതികൾക്ക് കിട്ടില്ല. വിദേശ തടവുകാർക്ക് കിട്ടില്ല. സ്പെഷ്യൽ റിമിഷനും ആംനസ്റ്റിക്ക് അർഹതയില്ലെന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുള്ള ഉത്തരവിൽ ഉള്ള പ്രതികൾക്ക് കിട്ടില്ല. പോസ്കോ കേസുകളിലെ പ്രതികൾക്ക് കിട്ടില്ല. വളരെ നീചവും പൈശാചികവുമായിട്ടുള്ള കേസുകളിൽപ്പെട്ടവർക്ക് കിട്ടില്ല. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള കണ്ടീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ 2022 നവംബർ മാസം 25-ന്റെ ഉത്തരവിൽ. ആ ഉത്തരവ് പ്രകാരം മുന്നോട്ട് പോയി ഈ കേരളത്തിലെ മുഴുവൻ ജയിലുകളിലും കിടക്കുന്ന ഈ റിമിഷന് അർഹതയുള്ളവരെ തെരഞ്ഞെടുക്കുക മീൻസ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ജയിൽ സൂപ്രണ്ടുമാർക്കാണ്. ഇതിലൊരു പ്രശ്നം, റിമിഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം തടവിൽ നിന്ന് വിടുതൽ നൽകി വിടുകയല്ല. റിമിഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാനദണ്ഡ പ്രകാരം ഉള്ള ശിക്ഷാ ഇളവിൽ കുറവ് കിട്ടുക എന്നുള്ളതാണ്. ചിലർക്ക് ആ കുറവ് കിട്ടുമ്പോൾ അത് വിടുതലായി മാറും. രണ്ടും രണ്ടാണ്. ഈ ഉത്തരവ് പ്രകാരം മുന്നോട്ട് പോയി ഓരോ ജയിലിലും ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആ ലിസ്റ്റിൽ ഇപ്പോൾ കുറച്ചു പേർ പെട്ടതായി ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടത്. കൃത്യമായി ഈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിമിഷന് വേണ്ടി അർഹതപ്പെട്ട ഒരു കമ്മിറ്റി, ജയിൽ അഡ്വൈസറി ബോർഡാണ്. അത് പ്രിമച്വർ റിലീസ് അഡ്വൈസറി ബോർഡാണ്. അതിൽ DGP ഉൾപ്പെട്ടിട്ടുണ്ട്, കളക്ടർ ഉൾപ്പെട്ടിട്ടുണ്ട്, ജില്ലാ ജഡ്ജി ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കമ്മിറ്റി, 9 അംഗ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഗവൺമെന്റിലേക്ക് ഇത് വരുന്നത് ഈ അഡ്വൈസറി ബോർഡ് റെക്കമെൻഡ് ചെയ്ത് ഗവൺമെന്റിലേക്ക് വരുന്നു. ഗവൺമെന്റ് അത് ഗവർണർക്ക് വിടുന്നു. ആ ഗവർണർ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇതിൽ കൃത്യമായി മാനദണ്ഡങ്ങൾക്ക് വിധേയമായി, കോൺസ്റ്റിറ്റ്യൂഷന്റെ 161 ആർട്ടിക്കലിന് വിധേയമായി, അതുപോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ബന്ധപ്പെട്ട സെക്ഷന് വിധേയമായി, ഗവൺമെന്റ് ഉത്തരവിന് വിധേയമായി മാത്രമേ ഗവൺമെന്റ് ആരെയെങ്കിലും വിടുതൽ നൽകുകയോ റിമിഷന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യം കൊടുക്കുകയുള്ളൂ എന്ന ഇതൊക്കെയാണ് ചട്ടം എന്നിരിക്കെയാണ് ഈ പറയുന്ന 4 പേരുടെ പേര് ഈ പട്ടികയിൽ ഇടം പിടിച്ചത് എന്നുള്ളത് കൊണ്ടാണല്ലോ സർക്കാർ ഇപ്പോൾ ഒരു നടപടി എടുത്തിരിക്കുന്നത്, അല്ലേ? ആണല്ലോ, അല്ലേ? അതെ, അപ്പൊ അല്ല, ഒരു മിനിറ്റ് ആണല്ലോ, അല്ലേ? ഒരു മിനിറ്റ് ശ്രീ അരുൺകുമാർ, അപ്പോ ഈ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി കണ്ണൂർ ജയിലാണ്, TP കേസ് പ്രതികളാണ്. അത് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെയോ പ്രത്യേകിച്ചൊരു പഠനത്തിന്റെയോ ആവശ്യമില്ലാത്ത കേസും പ്രതികളുമാണ്. ഇപ്പൊ കണ്ണൂർ ജയിലിന്റെ സൂപ്രണ്ടിന് TP കേസിലെ പ്രതികളെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യനായിരിക്കില്ല. അപ്പോ TP കേസിലെ പ്രതികളെ മാത്രമല്ല, അദ്ദേഹം നൽകുന്ന വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് TP കേസിലെ പ്രതികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഒരു നീക്കം നടന്നിട്ടുണ്ട്, അല്ലേ? ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം നടന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് അടച്ച് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് സർക്കാരിന്, സംവിധാനങ്ങൾക്ക്, മന്ത്രിക്കടക്കം സ്പീക്കർക്കടക്കം? അതായത് ഗവൺമെന്റ് തലത്തിലേക്ക് ഈ റെക്കമെൻഡേഷൻ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, പ്രിമച്വർ റിലീസ് അഡ്വൈസറി ബോർഡിലേക്ക് പോലും റെക്കമെൻഡേഷൻ വന്നിട്ടില്ല. ഈ റെക്കമെൻഡേഷൻ തയ്യാറാക്കി പ്രൊബേഷൻ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും വാങ്ങിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഓരോ ജയിൽ സൂപ്രണ്ടുമാർ ട്രാൻസ്ഫർ ചെയ്യും. സാധാരണ അതാണ് ഓരോ ജയിലിൽ നടക്കുന്ന ലിസ്റ്റ്. ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നപ്പോൾ കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടന്റ് കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൊടുത്ത ലിസ്റ്റിൽ ഈ TP വധക്കേസിലെ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത 22/6 പുറത്തു വന്നപ്പോൾ തന്നെ ജയിൽ DGP കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടിനോട് വിശദീകരണം ചോദിച്ചു. എന്താണ് ഇത്, ഉൾപ്പെട്ടിട്ടുണ്ടോ, എന്താണ് സാഹചര്യം? അന്ന് തന്നെ അദ്ദേഹം റിട്ടേണായി കൊടുത്ത, അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ കൊടുത്ത മറുപടിയിലെ ഒരു വാചകം ഞാൻ വായിക്കാം. ആസ് പെർ റഫറൻസ് നമ്പർ 1 criteria, prisoners eligible for special remission convicted for life sentence was included. Prisoners convicted in TP Chandrasekharan murder case SC 867/2022 of Honorable Additional District and Sessions Marad cases were also included in the list as per the criteria.
നിയമപരമായിട്ടുള്ള ക്രൈറ്റീരിയ പാലിച്ചിട്ടാണ് ഈ കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തിയത് എന്നതാണ് 22/6/2024 കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ജയിൽ DGPയുടെ വിശദീകരണ കത്തിന് മറുപടിയായി കൊടുത്തത്. ആ കത്ത് ഈ ജയിൽ സൂപ്രണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരണത്തിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കൃത്യമായി ക്രൈറ്റീരിയ പാലിച്ചിട്ടുണ്ട് എന്ന് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. കൂടുതൽ പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ വിധിന്യായം അത് 19/2/2024 ആ 19/2/2024 20 വർഷത്തേക്ക് റിമിഷൻ കൊടുക്കരുത് എന്നുള്ള വിധിന്യായം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കെ ഏതായാലും 2022 നവംബർ മാസം 25 ഗവൺമെന്റ് ഉത്തരവ് പ്രകാരമാണ് താൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന ഒരു ഡിഫൻസ് ജയിൽ സൂപ്രണ്ട് എടുത്താൽ പോലും ഈ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട വിധിന്യായം ജയിൽ സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽ വരേണ്ട ഒരു സാഹചര്യമാണ്. കാരണം 2022 നവംബർ 25 ക്രൈറ്റീരിയയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റിമിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കോടതിയുടെ ഉത്തരവ് ഉണ്ടെങ്കിൽ അവരുടെ പേര് ഈ ലിസ്റ്റിൽ പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ പേര് റിമിഷനുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ 2022 ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ 19/2/2024 കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ജയിൽ സൂപ്രണ്ട് പൂർണ്ണമായും ഈ വിവരം കൂടി അറിഞ്ഞുകൊണ്ട് വേണം ഈ ലിസ്റ്റ് റെക്കമെൻഡേഷന് വിധേയമാക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ വിധിന്യായം നിൽക്കുമ്പോൾ റെക്കമെൻഡേഷനിൽ ഇത്തരത്തിൽ പേര് ഉൾപ്പെട്ടത് ഒരു തെറ്റാണ്, ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചത്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2022 സർക്കുലറും ഗവൺമെന്റ് ഉത്തരവും കോടതി വിധിയും മാത്രമാണ് മുന്നിലുള്ളത്. ഒരു പ്രതിക്കും അന്യാധീനമായിട്ട് ഏതെങ്കിലും അലവൻസ് കൊടുക്കാൻ, റിമിഷൻ കൊടുക്കാൻ, ഏതെങ്കിലും ഗുണം കിട്ടുന്ന ഇടപെടൽ നടത്താൻ ഗവൺമെന്റ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് അതിശക്തമായി തന്നെ ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയത്. ഗവൺമെന്റിന്റെ പ്രൊസീജിയർ നടക്കുകയാണ്. ഇത്തരത്തിൽ റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സഹകരണം ചോദിക്കുമ്പോഴും ക്രൈറ്റീരിയ പാലിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. വീണ്ടും പരിശോധിക്കുമ്പോൾ അത് ക്രൈറ്റീരിയ കോടതി വിധിക്ക് എതിരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ശരി 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 എനിക്ക് അതിലങ്ങോട്ട് ചോദ്യമുണ്ട്, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് ഒന്ന് പോയതിനു ശേഷം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അങ്ങനെ ജയിൽ മേധാവി അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നുണ്ട് സൂപ്രണ്ടിന് ബൈ മിസ്റ്റേക്ക് ഉണ്ടായ ഒരു നടപടിയാണ് ഇത്. ഈ 4 പേരുടെ 3 പേരുടെ എന്നായിരുന്നു ഈ 4 പേരുടെ പേര് ഉൾപ്പെട്ടത് അങ്ങനെ തെറ്റായി ഒരു മിസ്റ്റേക്കിന്റെ പേരിലാണ് എന്ന് വിശദീകരണം നൽകുന്നുണ്ട്. ജയിൽ സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും OV രഘുനാഥും BG അരുണും KS ശ്രീജിത്തും മാത്രം ഇതിൽ ഇപ്പോൾ നടപടി നേരിടുകയാണ്. ഇത് ഒരു തെറ്റായ രീതിയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയാണ് എന്ന വിശദീകരണം വന്നതിന് ശേഷവും പ്രതിപക്ഷത്തോട്, സഭയിൽ പറയുമ്പോൾ ജനങ്ങളോട് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിച്ച സർക്കാരിന് ഇതിലൊരു ഉത്തരവാദിത്വവുമില്ലേ? മധു, ഇവിടെ ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ തല്ലേണ്ടമാവ ഞങ്ങൾ നന്നാവില്ല എന്ന് ഒരിക്കൽ കൂടി കേരളീയ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഒരു ജയിൽ സൂപ്രണ്ടിനും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർക്കും പറ്റിയ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വെറുതെ വിടാനുള്ള ശ്രമം വഴിയിൽ കൈയോടെ പിടിക്കപ്പെട്ടപ്പോ അതിൽ നിന്ന് കൈ കഴുകാൻ വേണ്ടി 3 ഉദ്യോഗസ്ഥരെ മാത്രം കുരുതി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയം കണ്ടുള്ളതിൽ ഏറ്റവും നീചവും പൈശാചികവും ക്രൂരവുമായ ഒരു കൊലപാതകമായിരുന്നു ശ്രീ TP ചന്ദ്രശേഖരന്റേത്. ആ കൊലപാതക കേസ് കേരളത്തിന്റെ ജനം അതിന്റെ ഓരോ ഡെവലപ്മെന്റ്സിനെ സംബന്ധിച്ചും ആ കൊലപാതകത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചും സാഹൂതമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് അറിയാത്ത രാഷ്ട്രീയ കേരളത്തിൽ ആരും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അവരെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ച കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ 2 പേരെ കൂടി അഡീഷണൽ ആയി ശിക്ഷിച്ചു. മാത്രമല്ല, ഇവർക്ക് 20 വർഷത്തിന് ശേഷം മാത്രമേ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരോൾ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും സഹായം നൽകാവൂ എന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ ആ വിധി നിലനിൽക്കെ തന്നെ ഇത്തരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികമൊക്കെ പറഞ്ഞുകൊണ്ട് 2022 ഒരു കത്തിന്റെ പേരിൽ ഇപ്പോ ഈ 3-ാം തീയതി തന്നെ കത്ത് കൊടുക്കുന്നു. തൊട്ട് പിറകെ തന്നെ 13-ാം തീയതി അതിന്റെ ലിസ്റ്റ് തയ്യാറാകുന്നു. ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ കാണുന്നു. ജയിൽ ഉപദേശക സമിതി എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? സാക്ഷാൽ P ജയരാജനും ഈ പ്രതികൾക്ക് വേണ്ടി വാദിച്ച വക്കീലും ഉൾപ്പെടുന്ന ജയിൽ ഉപദേശക സമിതി, ഇവരെ 4 പേരെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് 159-156 പേരുണ്ടായിരുന്നു. അതിൽ 56 പേരിലേക്ക് ചുരുങ്ങുമ്പോൾ ഈ 4 പേരും കൃത്യമായി വരുന്നു. ആദ്യം പരിഗണിച്ചവരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും ഈ 4 പേരും വരുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ
20 വർഷത്തിന് ഇപ്പുറം അഥവാ ഈ ശിക്ഷ കാലാവധി 20 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവിന് അല്ലെങ്കിൽ പരോൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാവൂ എന്ന് കോടതി പറഞ്ഞിരിക്കെ ആ കോടതിയുടെ വിധി കൃത്യമായും കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം? ഇത്തരത്തിൽ അവരെ ഈ ലിസ്റ്റിൽപ്പെടുത്തി അവരെ ശ്രീമതി രമ പറഞ്ഞതുപോലെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണോ അഥവാ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും. ഏതായാലും ഇത്തരത്തിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഇതൊക്കെ ഗവൺമെന്റ് മെഷീനറി നടത്തുന്ന പ്രവർത്തനങ്ങളാണെന്നേ. അപ്പോൾ ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് വെറും ഒരു ജയിൽ സൂപ്രണ്ടിന് പറ്റിയ പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്ത് പുറത്തെടുത്തു. എവരെ പോലുള്ളവർക്ക് ഇത് ആവശ്യമാണ്. ഈ സർക്കാർ പറയുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഏറാൻ മൂളികളായ ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ഇതൊരു താക്കീതായി തന്നെ മാറണം. ഇപ്പോ സൂപ്രണ്ട് അങ്ങനെ ഒരു പട്ടിക നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ ജയിൽ മേധാവി അതിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ അത് പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ട് എന്നൊക്കെ ശ്രീ അരുൺകുമാർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ചൊക്ലി പോലീസ്, പാനൂർ പോലീസ്, ഏറ്റവും ഒടുവിൽ കൊളവള്ളൂർ പോലീസ് ഒക്കെ കെ രമയോട് ഇത് അന്വേഷിക്കാൻ പോകുന്നത്? അങ്ങനെ ജയിലിൽ തുടങ്ങി ജയിലിൽ അവസാനിച്ച ഒരു കേസിന് പോലീസ് സ്റ്റേഷൻ വരെ അതിനൊരു തുടർച്ചയുണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ഒരു നീക്കവുമില്ലാതെ, ഒരു സമ്മർദ്ദവുമില്ലാതെ, ഒരു രാഷ്ട്രീയ തീരുമാനവുമില്ലാതെ, ഒരു ബ്യൂറോക്രാറ്റിക് തീരുമാനവുമില്ലാതെ സംഭവിക്കുന്നതാണോ? ഒരിക്കലുമല്ല മധു. ഇത് നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയം നമുക്ക് അറിഞ്ഞൂടെ? കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലുള്ള സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകം, ആ കൊലപാതകം കേരളം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേരളം ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലപാതകം. ആ കൊലപാതകത്തിലെ പ്രതികൾക്ക് ഇത്തരത്തിൽ അവരുടെ ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ ഏതെങ്കിലും ഒരു ജയിൽ സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ ഒറിജിനേറ്റ് ചെയ്യുമെന്നോ അവരുടെ പേര് അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുമെന്നോ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് രാഷ്ട്രീയ തീരുമാനത്തിന്റെ പിൻബലത്തോടു കൂടി മാത്രമേ ഇത്തരത്തിൽ ഒരു ബീജാപാപം നടക്കുകയുള്ളൂ, ഇത്തരത്തിലൊരു ചർച്ച നടക്കുകയുള്ളൂ. 3-ാം തീയതി 3/6/2024 അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമിന്റെ ചുമതലയുള്ള ആൾ ഇത്തരത്തിലൊരു കത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിന് എത്രയോ മുമ്പ് തന്നെ, അതാണെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിയമസഭയിൽ പറഞ്ഞത്, ഇതിനുള്ള കളമൊരുക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. 2022 സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ 2018 കൃത്യമായി പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇത്തരത്തിൽ പരോൾ നൽകേണ്ടതോ അല്ലെങ്കിൽ ഇതുപോലെ റെമിഷൻ നൽകേണ്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സംബന്ധിച്ച് അന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. പൊളിറ്റിക്കൽ മർഡറിൽപ്പെട്ടവർ, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ആക്രമണത്തിൽപ്പെട്ടവർക്ക് ഇത്തരത്തിൽ റെമിഷൻ നൽകാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ 2022 തിരുത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അതിനപ്പുറത്തേക്ക് നോക്കൂ, ഇവിടെ കൃത്യമാണ് ഈ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് 2010 അതിന്റെ ക്ലോസ് 78(2) പ്രകാരം കൃത്യമായി പറയുന്നു, മൊത്തം ശിക്ഷാ കാലയളവിന്റെ 1/3 മാത്രമേ പരോളായോ ലീവായിട്ടോ അല്ലെങ്കിൽ ശിക്ഷ ഇളവായിട്ടോ നൽകാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇവിടെ അത് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല 14 വർഷത്തിൽ താഴെ ശിക്ഷാ കാലയളവിൽ ജയിൽ കടന്നു കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ഇത് പരിഗണിക്കാൻ കഴിയൂ എന്നിരിക്കെ അത് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും അറിവില്ലാതെ ഇത്തരത്തിലൊരു നീക്കം നടക്കില്ല. ഇവിടെ അഭ്യൂഹം മാത്രമാണെന്ന് പറയുന്ന സ്പീക്കർ ഇതിൽ 1-ാം പ്രതിയാണ്. സ്പീക്കർക്ക് എന്ത് അവകാശമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ? ഇത്തരത്തിൽ സ്പീക്കർ നിഷ്പക്ഷനാണ്, സ്പീക്കർ നിയമസഭയുടെ നാഥനാണ്, അദ്ദേഹം നിയമസഭയെ നിയന്ത്രിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് എന്ത് അവകാശമാണ് ഇത്തരത്തിൽ സർക്കാരിന് വേണ്ടി അദ്ദേഹം ഫയൽ കണ്ടിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട ഫയൽ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് നിയമപ്രകാരം കണ്ടിട്ടുണ്ട്? എങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെയാണ് ഒരു ഡിക്ലറേഷൻ നിയമസഭയിൽ നടത്തുന്നത്? അതിനെ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും ക്ലാരിഫൈ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. അപ്പോ ആ രീതിയിൽ സ്പീക്കറുടെ ഭാഗത്തു നിന്ന് തുടങ്ങി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഈ പ്രതികളെ സംരക്ഷിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോഴും അതിലുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് ജയിൽ സൂപ്രണ്ടിന്റെ ജയിൽ DGPയുടെ കത്ത് പുറത്തു വന്നതിന് ശേഷവും വിശദീകരണം പുറത്തു വന്നതിന് ശേഷവും പത്രക്കുറിപ്പ് പുറത്തു വന്നതിന് ശേഷവും ശ്രീമതി കെ രമയെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രതികളെ ഞങ്ങൾ വിടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. ഇവിടെ ഇതിനേക്കാൾ മുഖ്യമന്ത്രിയേക്കാൾ നല്ലൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി കിർമാണി മനോജിനെയോ അല്ലെങ്കിൽ കൊടിസുനിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് ഷാഫിയോ ഒക്കെ സ്ഥാപിക്കുന്നതായിരിക്കും ഇതിനേക്കാൾ നല്ലത്. മുഖ്യമന്ത്രി മാറി നിൽക്കട്ടെ. മാത്രമല്ല ഒറ്റ സ്റ്റേറ്റ്മെന്റിലൂടെ ഇവിടെ മുഖ്യമന്ത്രി കഴിവ് കെട്ടവനാണെന്ന് ശ്രീ MP രാജേഷ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥരാണ് ഈ സംസ്ഥാനത്തുള്ളതെന്ന് സംസ്ഥാന നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രി MP രാജേഷാണ്.
അതിന്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി കഴിവുകെട്ടവനാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളാണ്. ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളാണ്. അങ്ങനെ ഒരു തുറന്ന സമ്മതം സർക്കാർ തീരുമാനത്തെ അല്ലെങ്കിൽ സർക്കാർ നയത്തെ, സർക്കാരിന്റെ ഇച്ഛാശക്തിയെ ഒക്കെ തള്ളി പറയുന്ന നിലപാട് സർക്കാരിന് അവസാനം കൈക്കൊള്ളേണ്ടി വന്നോ എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണോ പോലീസുകാർ? ഏതു പോലീസുകാർ? ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ. മാത്രമല്ല ശ്രീ അരുൺകുമാർ, എനിക്ക് മനസ്സിലാകുന്ന പോലീസുകാർ എന്താ കണ്ണുകെട്ടി ജോലി ചെയ്യുന്നവരാണോ? ഈ നാട്ടിൽ നടക്കുന്ന വാർത്തയും സംഭവ വികാസങ്ങളും രാഷ്ട്രീയവും നിയമസഭയും ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകളാണോ ഈ പോലീസുകാർ എന്ന് പറയുന്നത്? ഇപ്പൊ നാലാമൻ ട്രൗസർ മനോജ്, അദ്ദേഹത്തിന്റെ ഈ വിടുതലുമായി ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായമെന്ന് ഇന്നലെ കൊളവന്നൂർ പോലീസ് കെ രമയോട് ചോദിക്കുകയാണ്. ഈ പറയുന്ന സംഭവ വികാസങ്ങളൊക്കെ നടന്ന് TP കേസിലെ പ്രതികളെ പുറത്തുവിടുന്നത് മീൻസ് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ മുഴുവൻ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഇതിൽ നാലാമൻ കൂടിയുണ്ട്. ആ കേസിൽ മൊഴിയെടുക്കാൻ പോലീസ് പോവുകയാണ്. അപ്പൊ ഇവർക്ക് ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അറിയില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സത്യമാണ് ശ്രീ എം പി രാജേഷ് പറഞ്ഞത്, അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ നിയമത്തിനപ്പുറത്ത് സ്ഥാപിച്ചെടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടാകണം. അങ്ങനെ നിയമത്തിനപ്പുറത്തുള്ള സ്ഥാപിത താല്പര്യങ്ങളുള്ള ആളുകളാണ് ആഭ്യന്തര വകുപ്പ് കീഴിൽ പണിയെടുക്കുന്നത് എങ്കിൽ ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം. ഇതില് ഏറ്റവും ഗൗരവമായിട്ട് തന്നെയാണ് ശ്രീ എം പി രാജേഷ് ആ കാര്യം അവതരിപ്പിച്ചത് തന്നെ. കാരണം ഇവിടെ കഴിഞ്ഞ 22-ാം തീയതി മുതൽ ഇത് സജീവമായിട്ടുള്ള ചർച്ചയാണ്. ഏതെങ്കിലും തരത്തിൽ റിമിഷൻ കൊടുക്കാൻ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു ചർച്ച പൊതുസമൂഹത്തിലുണ്ട്. ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് പോലും, ഈ സംസ്ഥാനത്തിന്റെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും നിയമവിരുദ്ധമായി റിമിഷൻ കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു പരിപാടി ഗവൺമെന്റിന് ഇല്ല എന്നും ഭരണഘടനാ പ്രകാരവും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരവും അതുപോലെ അതാത് സമയത്തുള്ള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ പ്രകാരവും ഗവൺമെന്റ് ഉത്തരവുകൾ പ്രകാരവും മാത്രമേ ഏതെങ്കിലും ഒരു പ്രതിക്ക് റിമിഷൻ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാലും ഇത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. ഏത് കോടതിക്കും പരിശോധിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം 2015 മുതൽ റിമിഷന്റെ കാര്യത്തിൽ ഗവർണർ ഇടപെട്ടു, ഹൈക്കോടതി ഇടപെട്ടു, സുപ്രീം കോടതിയിൽ പോയ കേസുകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ജയിൽ സൂപ്രണ്ടന്റ് റെക്കമെൻഡ് ചെയ്ത പേരുകൾ നേരെ പോകുന്നത് ജില്ലാ പോലീസ് മേധാവിക്കാണ്. അത് പ്രൊബേഷൻ റിപ്പോർട്ടിന് വേണ്ടിയും പോലീസ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഈ ജയിൽ നിയമങ്ങൾ പ്രകാരം, പ്രത്യേകിച്ച് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കേരള പ്രിസണേഴ്സ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം ഒരു പേര് റെക്കമെൻഡ് ചെയ്യപ്പെട്ടാൽ ഈ നിയമപ്രകാരം ഒരു പ്രതിയുടെ ഏതെങ്കിലും പ്രതിയുമായി ബന്ധപ്പെട്ടുണ്ട് ഈ കേസിലെ പ്രതിയുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അതോടൊപ്പം തന്നെ കുറ്റകൃത്യത്തിന് ഇരയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അന്വേഷണം നടത്തി റിപ്പോർട്ട് അയക്കുക എന്നതാണ് പോലീസിന്റെ ഡ്യൂട്ടി. ഇതിപ്പോ 2022 ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ 59 പേരുടെ പേര് ജയിൽ മേധാവി SP ഓഫ് പോലീസ് കണ്ണൂരിന് റെക്കമെൻഡ് ചെയ്തു. അതിലെല്ലാവരുടെയും ഇത്തരത്തിൽ നിയമപ്രകാരമുള്ള പരിശോധനയാണ് നടന്നത്. പക്ഷേ ആ പരിശോധന 22-ാം തീയതി മുതൽ, ജൂൺ 22 മുതൽ സജീവമായി ഇത് നിയമവിരുദ്ധമാണോ നിയമപരമാണോ എന്ന ഒരു സജീവ ചർച്ച ഉള്ളപ്പോൾ അതിനിടയിൽ പോയി അഭിപ്രായം തേടുന്ന ഒരു സാഹചര്യമുണ്ട്. അതും ഗൗരവത്തോടെ പരിശോധിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പോൾ ജയിൽ സൂപ്രണ്ടന്റിനോട് കൃത്യമായി ജയിൽ DGP റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്ന് പരിശോധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോ സർക്കാരിന് കീഴിലുള്ള പോലീസിന് സർക്കാരിന് വിശ്വാസമില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും. വിശ്വാസമില്ലേ ശ്രീ അരുൺകുമാർ? അല്ല, ഈ വർഷം കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഗവൺമെന്റിന്റെ പോളിസിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ എത്രയോ പോലീസുകാർ നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെ നയത്തിനും പോളിസിക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ച നിരവധി പോലീസുകാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടിയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നിൽക്കട്ടെ, വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ 22-ാം തീയതി ഈ വിഷയം രാവിലെ മുതൽ വാർത്ത വന്നു. ബഹുമാനപ്പെട്ട ജയിൽ DGP കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് വിശദീകരണം തേടി. ആ വിശദീകരണം എങ്ങനെ ഉച്ചയായപ്പോഴേക്കും മാധ്യമങ്ങൾക്ക് കിട്ടി? കൃത്യമായി പറഞ്ഞാൽ ആ പോലീസ് കൃത്യമായി അദ്ദേഹത്തിന് കിട്ടിയ പേഴ്സണൽ കത്ത് അല്ലെങ്കിൽ ഒരു വിശദീകരണം കിട്ടുന്നു. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കൃത്യമായി മാധ്യമങ്ങൾക്ക് കിട്ടുകയാണല്ലോ. അത്തരത്തിലുള്ള സാഹചര്യം കൂടി ഗവൺമെന്റിന്റെ നയങ്ങൾക്കും ഒരു ജയിൽ മാനുവലിനും അതുപോലെ കോടതി ഉത്തരവുകൾക്കും വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കാൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലിയറാണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് രാജേഷ് നിയമസഭയിൽ വായിച്ചതിലും അത് ഉൾപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കൺസേൺ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് വലിയ കോമഡിയാണ് കേട്ടോ.
അതായത് നിങ്ങളുടെ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായുള്ള നടപടികൾ പോലീസിൽ നിന്നോ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ സർക്കാരിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല. ആ കത്തുകൾ മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലല്ല, ഒരിക്കലുമല്ല. താങ്കൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആദ്യം വായിച്ചല്ലോ, എല്ലാം നിയമപരമായിട്ടാണ് താൻ ചെയ്തത് എന്ന് ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടന്റ് പറയുകയാണ്. കൃത്യമായി അദ്ദേഹം പറഞ്ഞല്ലോ, ദ പ്രിസണേഴ്സ് കൺവിക്റ്റഡ് ഇൻ ടി.പി. ചന്ദ്രശേഖരൻ മർഡർ കേസ് വേർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ആസ് പെർ ദി ക്രൈറ്റീരിയ. അങ്ങനെ പറയുമ്പോൾ കൃത്യമായി ഒരു മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടി വരെ കൃത്യമായി അദ്ദേഹം ക്രൈറ്റീരിയ പ്രകാരമാണ് ചെയ്തത് എന്ന് പറയുന്ന മറുപടി വരെ, കാരണം വിഷയം വന്നു കൃത്യമായി നോട്ടടക്കം മാധ്യമങ്ങളിൽ വന്നു. ശരിയാണ്. ഇപ്പോ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ വിവരമൊന്നും നമ്മൾ അറിയില്ലല്ലോ. നേരത്തെ ശ്രീമതി കെ കെ രമ പറഞ്ഞതുപോലെ ആരും അറിയാതെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നോ താല്പര്യം? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. തെറ്റിദ്ധരിക്കരുത്. ഇത്തരത്തിൽ ഒരു ജയിൽ സൂപ്രണ്ട് റെക്കമെൻഡ് ചെയ്താൽ ആ ലിസ്റ്റ് പരിശോധിച്ച് പ്രൊബേഷൻ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും, പ്രത്യേകിച്ച് ഈ കേസിലെ വിക്ടിം ആരൊക്കെയാണോ വിക്ടിം, ആ വിക്ടിമിന്റെ കുടുംബത്തോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാം ചോദിച്ചുള്ള റിപ്പോർട്ട് വരുന്നത് കൃത്യമായി പ്രിമച്വർ റിലീസ് അഡ്വൈസറി ബോർഡാണ്. ആ അഡ്വൈസറി ബോർഡ് ജയിൽ DGP ഉണ്ട്, ഡിസ്ട്രിക്ട് ജഡ്ജ് ഉണ്ട്, കളക്ടർ ഉണ്ട്, പോലീസ് കമ്മീഷണർ ഉണ്ട്, പ്രൊബേഷൻ ഓഫീസർ ഉണ്ട്. അങ്ങനെ 9 പേർ അടങ്ങുന്ന പാനലിന്റെ മുന്നിലാണ് വരുന്നത്. ഇവർ കൃത്യമായി പരിശോധിച്ച് ഓരോ കേസും ഇൻഡിവിജ്വലായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ റെക്കമെൻഡേഷൻ ഏതെങ്കിലും ഫർദർ റെക്കമെൻഡേഷൻ ഗവൺമെന്റിലേക്ക് നടക്കൂ. കണ്ണൂർ ജയിലിൽ 500-ലധികം തടവുകാരുണ്ട്. ആ പട്ടികയിൽ ഇവർ ഉൾപ്പെടണം. അതാണ് അതിന്റെ ബീജാവാപം എന്ന് പറയുന്നത്. അത് ഉണ്ടായിട്ടുണ്ട്. അതിലാണ് ഈ പറയുന്ന വലിയ വിവാദങ്ങളും വാർത്തകളും ഒക്കെ വന്നത്. അതുണ്ടാകാതെ മറ്റൊന്നും സാധ്യമാകില്ല. അത് മുളയിലെ നുള്ളിക്കളഞ്ഞത് ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങൾക്കുള്ള സോഴ്സ് കൊണ്ടും അത് പുറത്തു വന്ന വലിയ വിവാദമായതുകൊണ്ടും ടി.പി. ചന്ദ്രശേഖരൻ കേസിനോട് കേരളം അനുഭാവപൂർവ്വം സ്വീകരിക്കുന്ന നിലപാട് കൊണ്ടും സമൂഹ മനസാക്ഷി സ്വീകരിക്കുന്ന ജാഗ്രത കൊണ്ടുമൊക്കെയാണ്. അതുകൊണ്ടാണ് അത് അന്വേഷിക്കണമെന്ന നിലപാട് വളരെ പ്രയോറിറ്റിയോടുകൂടി സർക്കാർ എടുത്തു പറയുമ്പോൾ അങ്ങനെ ചോദിച്ചു പോയത്. ശ്രീ അരുൺകുമാർ, ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മറ്റൊരു പ്രശ്നമുള്ളത്, ഇപ്പോ നേരത്തെ ശ്രീ കെ എസ് അരുൺകുമാർ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് വരുന്നത് 19/2/24 അതിന് 2 വർഷം മുമ്പ് 25/11/2022 റിമിഷനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മാനദണ്ഡം പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ശേഷം അന്ന് ഈ ഹൈക്കോടതി റിമിഷൻ കൊടുക്കരുത്, ഇളവ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് 3 മാസങ്ങൾക്ക് മുമ്പ് വന്ന ഉത്തരവിന്റെ ഭാഗമായി മാത്രം അത് വന്നതുകൊണ്ടുണ്ടായ സാങ്കേതിക പ്രശ്നമാകാം. പോരല്ലോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ പറയുന്ന മാനദണ്ഡത്തിൽ ഹൈക്കോടതികൾ, അതായത് വിവിധ കോടതികൾ ഉത്തരവിട്ടു എന്ന് പുറത്തുവിടരുത്, ഇളവ് നൽകരുത് എന്ന ഉത്തരവ് പറഞ്ഞിട്ടുള്ള പ്രതികൾ എന്ന മാനദണ്ഡത്തിൽ മാത്രമല്ല ഇവർ വരുന്നത്. ഹയർ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ക്രിമിനൽസിനെ ഉൾപ്പെടുത്തരുത് എന്ന മാനദണ്ഡമുണ്ട്. അത് ലംഘിക്കപ്പെട്ടു. നേരത്തെ ശ്രീ അരുൺകുമാർ തന്നെ പറഞ്ഞതുപോലെ നീചവും പൈശാചികവുമായ കുറ്റകൃത്യം ചെയ്ത പ്രതികളെ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡം ലംഘിക്കപ്പെട്ടു. അപ്പോ ഈ ഉത്തരവ് പിന്നീട് വന്നു, ഉത്തരവിന്റെ ഭാഗമായി റിമിഷൻ കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്ന മാനദണ്ഡം മാത്രമല്ല അവിടെ ലംഘിക്കപ്പെട്ടത്. അതിലുണ്ടായ ജാഗ്രത കുറവ് മാത്രമല്ല, ക്രൂരവും പൈശാചികവും നീചവും അല്ലെ പ്രാകൃതമായ എന്നാണ് ഹൈക്കോടതി വിധിയിൽ ഈ ടി.പി. ചന്ദ്രശേഖരൻ വധത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത് ജഡ്ജിമാർ. അപ്പൊ ക്രൂരവും നീചവും പൈശാചികവും പ്രാകൃതവുമായ ഒരു കൊലപാതകം ചെയ്ത ഹയേർഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രിമിനൽസിനെ വിട്ടുകൊടുക്കാനുള്ള തീരുമാനം ഏത് ജാഗ്രത കുറവിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടാകും ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അവിടെയാണ് മാധു പ്രശ്നം. അദ്ദേഹം തന്നെ വായിച്ചിട്ടുള്ള ആ കണ്ടീഷൻസിൽ വളരെ കൃത്യമായി പറയുന്നു, വാടക കൊലയാളികൾക്ക് ഇത്തരത്തിൽ റെമിഷൻ നൽകാൻ പാടില്ല, നീചവും പൈശാചികവുമായ കേസിൽപ്പെട്ടവർക്ക് ഇത്തരത്തിൽ റെമിഷൻ നൽകാൻ പാടില്ല. പിന്നെ ഇവർ ഏത് ഗണത്തിൽപ്പെടും? ശ്രീ അരുൺകുമാറെ രാഷ്ട്രീയമായ വൈര്യത്തിന്റെ പേരിൽ മാത്രം CPM-നോട് സൈദ്ധാന്തികമായി എതിരഭിപ്രായമുണ്ട്, CPM-ന്റെ നിലപാടുകളോട് തനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നതിന്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുകയും ഓൺ ചെയ്ത് അതിന് പേരോട്ടം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ഒരു വാഹനം കൊണ്ട് ഇടിച്ചു വീഴ്ത്തി വെട്ടി അരിഞ്ഞ് തുണ്ടമാക്കിയപ്പോ അദ്ദേഹത്തിന്റെ മാതാവിന് ഒരു അന്ത്യചുംബനം നൽകാൻ പോലും, അദ്ദേഹത്തിന്റെ പ്രിയതമയ്ക്ക് ഒരു അന്ത്യചുംബനം നൽകാൻ പോലും ഒരു ഇഞ്ച് സ്ഥലം പോലും വെക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ മൃഗീയമായി വെട്ടിവീഴ്ത്തിയപ്പോ ഇനി അതിനെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത് അരുൺകുമാറെ? അതിനുശേഷം കോടതി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും അവസാനം കോടതി പറഞ്ഞിരിക്കുന്നു 20 വർഷത്തിന് ഇപ്പുറം, അതായത് ഈ പ്രതികൾക്ക് ഇനി 20 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യത്തെ കുറിച്ച് പരിഗണിക്കാവൂ എന്ന് പറഞ്ഞതിന് ശേഷവും
എന്തിന് ഈ പേര് പരിഗണിച്ചു? നിങ്ങൾ പറയുന്നു ആ കമ്മിറ്റിക്ക് പോവും, ഈ കമ്മിറ്റിക്ക് പോവും, അവിടെ ചെയ്യും, ഇവിടെ ചെയ്യും, ഞങ്ങൾ അവിടെ വെച്ച് പിടിക്കും, ഇവിടെ വെച്ച് പിടിക്കും. ഈ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അടിസ്ഥാനപരമായി ഇവരെ 4 പേരെ എന്തിന് പരിഗണിച്ചു, എങ്ങനെ പരിഗണിച്ചു? ഇവിടെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നത് ഫെബ്രുവരിയിലാണ്. ഇവിടെ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്ത് പോയിരിക്കുന്നത് ഈ മാസം 3-ാം തീയതിയാണ്, 3/6/2024. അതിനു മുമ്പ് വന്ന ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിനെ കുറിച്ച് പോലും ജയിൽ സൂപ്രണ്ടിന് അറിയില്ല, DGPക്ക് അറിയില്ല, അല്ലെങ്കിൽ അഡീഷണൽ ഹോം സെക്രട്ടറിക്ക് അറിയില്ല എന്ന് ഞങ്ങൾ ധരിക്കണോ? ജയിൽ DGPക്ക് അറിയില്ല എന്ന് നിങ്ങൾ ധരിക്കണോ? അപ്പൊ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. നിങ്ങൾ മനഃപൂർവ്വമായി ഈ കൊലയാളികളെ, ക്രിമിനലുകളെ, നിങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ ക്രിമിനലുകളെ, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിങ്ങൾ ഇവരെ രക്ഷപ്പെടുത്താൻ അനുവദിക്കുന്നത്. അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ നിങ്ങൾ ഈ ഇത്തരത്തിലൊക്കെ കിടന്ന് ഉരുണ്ടിട്ട് മെഴുകിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ താങ്കൾ എന്താ പറയുന്നത്? ഇവിടെ പിന്നെ ഇപ്പൊ മന്ത്രി എന്താ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്? മന്ത്രി പറയുന്ന 2 കാര്യങ്ങൾ ഞാൻ അതുപോലെ തന്നെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ വാചകങ്ങൾ ഞാൻ എഴുതിയെടുക്കാം. 22/6/2024 ജയിൽ മേധാവി പത്രക്കുറിപ്പിറക്കി. നിയമമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു, സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും അതുപോലെ തന്നെ ജയിൽ സൂപ്രണ്ട് ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നൽകിയ കത്തും പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കും. ഇതാണോ അടിസ്ഥാനപരമായി അന്വേഷിക്കേണ്ട വിഷയം? ഈ 2 കത്തുകളും ഈ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് നീതി നടപ്പിലാക്കിയത്, സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് നടപ്പിലാക്കിയത്. എന്നിട്ട് നിങ്ങൾ ഇപ്പോ പറയുക ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന്. തുടർച്ചയായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. നിങ്ങൾ വീണ്ടും വീണ്ടും എങ്ങനെ ലീക്കായി എന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. എന്തായിരുന്നു അതിന്റെ വസ്തുത എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നില്ല. നിയമവിരുദ്ധമായി ചെയ്ത പ്രവർത്തനങ്ങൾ, അതാണല്ലോ വാർത്ത. നിയമവിരുദ്ധമായി സർക്കാർ സംവിധാനം ചെയ്ത ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത രീതി, അതും ഇത്തരത്തിൽ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത രീതി, ആ രീതിയെ കുറിച്ച് സ്വാഭാവികമായും വാർത്തയുണ്ടാകും. ആ വാർത്ത പുറത്തു വന്നപ്പോ ആ വാർത്തയ്ക്ക് ആധാരമായ വസ്തുതകൾ അല്ലെങ്കിൽ തെളിവുകൾ എങ്ങനെ പുറത്തു വന്നതിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ മന്ത്രി ഞെളിഞ്ഞ് നിയമസഭയെ പറയാം ഞങ്ങൾ അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് മാനമുണ്ടോ? ചോദിക്കുന്നില്ല. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളോടാണ് നിങ്ങൾ സംവദിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. നിയമസഭയിലായാലും പുറത്തായാലും ജയിൽ DGP ആയാലും മുഖ്യമന്ത്രി എന്തിനാ വിളിച്ചോടുന്നത്? ഇത്തരത്തിൽ നിയമസഭയിൽ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോ മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വരാതിരുന്നത്? എന്തുകൊണ്ടാണ് സ്പീക്കർ അഭ്യൂഹം മാത്രമാണെന്ന് ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്? സ്പീക്കർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്പീക്കർക്ക് എന്ത് അധികാരമാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്? അപ്പോ നിങ്ങൾ ആസൂത്രിതമായി മുഖ്യമന്ത്രിയിലൂടെ, സ്പീക്കറിലൂടെ, സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതികളെ ഈ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു. ഇതിന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു നിമിഷം പോലും ഈ മുഖ്യമന്ത്രിക്ക് ഈ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടോ, അവകാശമുണ്ടോ? അത് തന്നെയല്ലേ ഇന്ന് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലെ ക്രിമിനലുകളെ, കൊടും ക്രിമിനലുകളെ, കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇത്രയും ക്രിമിനലുകൾ, ആ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും വന്നിരുന്ന അങ്ങ് മെഴുകുകയാണ്. അത് MP രാജേഷ് മാത്രമല്ല, മുഖ്യമന്ത്രി മാത്രമല്ല, സ്പീക്കർ മാത്രമല്ല, ഇപ്പൊ അരുൺകുമാറും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിർത്തണമെന്ന് നിങ്ങളോട് കഴിഞ്ഞ റിസൾട്ട് വന്ന ദിവസം ജൂൺ മാസം 4-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഇനിയും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനുശേഷം പ്രളയമായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ വിഡ്ഢികളാണെന്ന് നിങ്ങൾ കരുതരുത്. ഇത്രയും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ മാത്രം ആസൂത്രിതമായി ചെയ്തു. നോക്കൂ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിലെ ആ പ്രതിയെ കോടതി ശിക്ഷിച്ചിട്ടും ആ കുഞ്ഞനത്തിന് നിങ്ങൾ സ്മരണീയ ഉണ്ടാക്കി. ആ കുഞ്ഞനത്തിന് അനന്തരം വേണ്ടി നിങ്ങൾ അവിടെ സ്തൂപം ഉണ്ടാക്കി, അതിൽ ഉദ്ഘാടനം നടത്തി. നിങ്ങൾ എന്ത് മെസ്സേജായി പബ്ലിക്കിന് കൊടുക്കുന്നത്? അപ്പൊ കൊലക്കേസിലെ പ്രതികളെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നു, കൊലക്കേസിലെ പ്രതികളെ നിങ്ങൾ വെറുതെ വിടാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ആ കൊലക്കിരയായ ആ കുടുംബത്തെ നിങ്ങൾ ഇപ്പോഴും മൃഗീയമായി അവരെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ നിങ്ങൾ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്ത് പൊളിറ്റിക്സ് ആണെന്നേ? ശരി, അരുൺകുമാർ അങ്ങ് സംസാരിക്കുന്ന സമയത്ത് വിരൽ ഉയർത്തുന്നുണ്ടായിരുന്നു. ശ്രീ അരുൺകുമാർ, അങ്ങ് അത് പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് അങ്ങിലേക്ക് വരാം. അങ്ങേക്ക് ഇടപെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. യെസ്, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, പരോള് പോലും കൊടുക്കരുത്, റിമിഷൻ കൊടുക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ വിധിന്യായം എന്ന്. വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട, പരോള് കൊടുക്കരുതൊന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. 84 പേജുള്ള വിധിന്യായം താങ്കൾ വായിച്ചു നോക്കിയാൽ മതി. പക്ഷെ ഞങ്ങൾ ഈ പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യാൻ അതെ, പരോൾ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം പുട്ടുണ്ടാക്കുമ്പോ പീര വെക്കുന്നത് പോലെ അല്ല. നിക്ക് നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല. നിങ്ങൾ മര്യാദ കാണിക്കും. അതായത് ഏറ്റവും വസ്തുതാപരമായ കാര്യം ചർച്ച ചെയ്യുമ്പോൾ കോടതി വിധിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കോൺഗ്രസിന്റെ സംഭാവനയായി ഈ വിധിന്യായത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. പരോളും റിമിഷനും രണ്ടാണ്. അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക. റിമിഷൻ തന്നെ പലതരത്തിലുണ്ട്. അത് വിടുതലല്ല.
ആ റിമിഷന്റെ കണ്ടീഷൻസ് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഒന്ന് കേൾക്കൂ മിസ്റ്റർ. താങ്കൾ ചർച്ച ചെയ്തപ്പോ മിണ്ടിയില്ലല്ലോ. റിമിഷൻ പലതരത്തിലുണ്ട്. ആ റിമിഷൻ ഓരോ പ്രതിയും ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവവും ഇടപെടലും കാരണം അതിലുള്ള റിമിഷൻ. ഇപ്പൊ 3 മാസം വരെയുള്ള ശിക്ഷക്കാർക്ക് റിമിഷൻ ഉണ്ട്, 15 ദിവസം. 3 മാസത്തിന് മുകളിലും 6 മാസം വരെയുള്ള ശിക്ഷയ്ക്ക് 1 മാസം റിമിഷൻ. 6 മാസത്തിന് മുകളിൽ 1 വർഷം വരെ 2 മാസം. ഏറ്റവും അവസാനം ജീവപര്യന്തം തടവുകാർക്കുള്ള റിമിഷൻ 1 വർഷം മാത്രമാണ്. അല്ലാതെ വിടുതൽ കൊടുത്തങ്ങ് വിടുകയല്ല. ഞാൻ സൂചിപ്പിച്ചത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടൽ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ്. അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയ ഒരാൾക്ക് മാക്സിമം കിട്ടുന്ന റിമിഷൻ 1 വർഷമാണ്. അദ്ദേഹം നല്ല നടപ്പാണെങ്കിൽ ഈ പരിധിയിൽ, നിയമത്തിന്റെ പരിധിയിൽ, ഈ സർക്കുലറിന്റെ പരിധിയിൽ, ഗവൺമെന്റ് ഉത്തരവിന്റെ പരിധിയിൽ വന്നാൽ അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു ഗവൺമെന്റ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. ഗവൺമെന്റ് 2022 നവംബർ മാസം 25-ന് ഈ കേരളത്തിലെ ജയിലിൽ കിടക്കുന്ന മുഴുവൻ പ്രതികൾക്കും നിയമപരമായി കിട്ടുന്ന ആനുകൂല്യം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 161 പ്രകാരം അൺകണ്ടീഷണലായി പാർഡൺ കൊടുക്കാൻ, ഇത്തരത്തിൽ റിമിഷൻ കൊടുക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഗവർണർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് അധികാരമുണ്ട്. ആ 161 ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്ക്. അത്തരത്തിൽ നിയമപരമായി കിട്ടേണ്ട റിമിഷൻ, ജയിൽ എന്ന് പറഞ്ഞാൽ തന്നെ കറക്ഷന് വേണ്ടിയിട്ടാണല്ലോ. ഈ റൂളിന്റെ പേര് തന്നെ കറക്ഷൻ എന്നതാണ്. ജയിൽ മാനുവലിൽ ദ കേരള പ്രിസൺ കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് എന്നാണ് ഈ നിയമത്തിന്റെ പേര് തന്നെ. അപ്പോ ജയിൽ കിടക്കുന്നവർക്ക് കൃത്യമായി തിരുത്തി നല്ല പൗരന്മാരായി പുറത്തു വരാനുള്ള സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് ഈ നിയമം ഉണ്ടാക്കിയത്, പാർലമെന്റ് നിയമം ഉണ്ടാക്കിയത്. ആ നിയമം നിയമപരമായിട്ടേ പോകൂ. ഒരു തരത്തിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് നിയമപരമായിട്ട് പോയോ? ഈ പറയുന്ന കണ്ണൂർ ജയിലിലുള്ള മുഴുവൻ അന്തേവാസികളുടെയും പേര് അതിലുണ്ടായിരുന്നോ? ഈ 4 പേരുടെ പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്നിട്ട് അല്ല, മാത്രമല്ല ഈ 4 പേരുടെ പേര് മാത്രമാണ് ചന്ദ്രശേഖരൻ കേസിൽ പ്രതികളായ മുഴുവൻ പേരുടെയും പേരുകൾ അതിലുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഈ TP ചന്ദ്രശേഖരൻ കേസിൽ പ്രതികളായ മറ്റു പ്രതികൾക്ക് പോലും ഇല്ലാത്ത ഈ മാനദണ്ഡ പ്രകാരമുള്ള ഇളവിനുള്ള അർഹത ഇവർക്ക് 4 പേർക്കും കിട്ടുന്നത് എങ്ങനെയാണാവോ? ഏത് തട്ടിൽ വെച്ച് തൂക്കിയിട്ടാണാവോ? അതാണ് പരിശോധിക്കുന്നത്. ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തത് വെറുതെ വീട്ടിൽ പോയി ഇരുന്ന് ഭക്ഷണം കഴിച്ചിരിക്കാനല്ല, മറിച്ച് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം അതാണ് പരിശോധിക്കുന്നത്. ഈ പരിശോധിക്കാനുള്ള ജാഗ്രത എപ്പോഴാണ് ഉണ്ടായത്? നിങ്ങൾ ഇനി പരിശോധിക്കുമെന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയ വഴി അതിലൂടെയാണ് ഉണ്ടായത്. ഇനി ഈ പരിശോധിക്കാനുള്ള ജാഗ്രത എപ്പോഴാണ് ഉണ്ടാകുന്നത്? കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം തള്ളിക്കൊണ്ട് ഇങ്ങനെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലാത്ത വിധം ഒരു നീക്കവും നടന്നിട്ടില്ല എന്ന ബോധ്യം ജനങ്ങളുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ സബ്മിഷൻ വരുമെന്ന് ബോധ്യമുള്ളപ്പോൾ അതിന്റെ തൊട്ടു തലേ ദിവസം ജാഗ്രത പെട്ടെന്നുണ്ടായി. അല്ലേ അരുൺകുമാർ? കഴിഞ്ഞോ? ഇനി ഇടപെടരുത്. കാരണം താങ്കൾ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കാം, പക്ഷെ ഉത്തരം പറയാൻ എന്റെ റൈറ്റ് ആണ്. ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് കയറി പറയാത്തതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. അങ്ങനെ പറയരുത് കേട്ടോ. എന്താണെന്നറിയാമോ? അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കേണ്ട അവസരം മാറ്റിവെച്ച് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അങ്ങേക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള അവസരമാണ് ഞാൻ തന്നത്. അല്ലാതെ ഞാൻ ഇടപെട്ട് ചോദിക്കാനാണെങ്കിൽ എന്റെ ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് മറുപടി പറയാൻ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കയറി പറയാനാണ് ചർച്ച പോകുന്നത്. അല്ല, ചോദ്യം കഴിഞ്ഞോ? കഴിഞ്ഞു. അതെ, ഞാൻ ഒരു തരത്തിലും താങ്കളുടെ സമയത്ത് ഇടപെടില്ല. യു ക്യാൻ പുട്ട് എനി ക്വസ്റ്റ്യൻസ് ടു മീ, ഐ ആം റെഡി ടു ആൻസർ. അതാണ് പറഞ്ഞത്. കാരണം ചോദ്യം കഴിഞ്ഞോ എന്ന് ചോദിച്ചത്. താങ്കൾ വീണ്ടും പറയുകയാണ് TP ചന്ദ്രശേഖരൻ കേസിലെ 4 പ്രതികളെ മാത്രം എടുത്ത് ഒരു പ്രത്യേക റെക്കമെൻഡേഷൻ കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് നടത്തി എന്ന രൂപത്തിലാണ് താങ്കൾ പറയുന്നത്. അത് തെറ്റാണ്. ഈ 2022 നവംബർ മാസം 25 ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം കേരളത്തിന്റെ മുഴുവൻ ജയിലുകളിലും കിടക്കുന്ന പ്രതികളെ സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ട് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 244 പേരെ റെക്കമെൻഡ് ചെയ്തു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ 60 പേർ, തവന്നൂർ സെൻട്രൽ ജയിലിൽ 56 പേർ, സെൻട്രൽ ജയിൽ കണ്ണൂരിൽ ഇത്ര നമ്മൾ ചർച്ച ചെയ്തു. അതീവ സുരക്ഷാ ജയിൽ 34, തുറന്ന ചീമേനി ജയിൽ 46. അങ്ങനെ എല്ലാ ജയിലിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെക്കമെൻഡ് ചെയ്തതിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പെട്ടിട്ടുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അങ്ങനെ പെട്ടിട്ടുണ്ട്. കോടതി വിധി കൃത്യമായി ഉള്ളപ്പോ ആ 2024 ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് കോടതി വിധി വന്നെങ്കിലും 2022 മാനദണ്ഡമാണ് ഇദ്ദേഹം സർക്കുലർ പ്രകാരമാണ് നോക്കിയതെങ്കിലും അതിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്.
എങ്ങനെ ആ ലിസ്റ്റിൽ പെട്ടു എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ആ ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റിനല്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക് ഗവൺമെന്റിന് അങ്ങ് മറുപടി പറയാൻ കഴിയില്ല. പറയേണ്ട സമയത്ത് പറയും, അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ, എന്തായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ താല്പര്യം, എന്തെങ്കിലും അൺഡ്യൂ ഇൻഫ്ലുവൻസ് അതിൽ വന്നിട്ടുണ്ടോ, എന്താണ് 22/6 താൻ ചെയ്തത് ശരിയാണ്, ക്രൈറ്റീരിയ പാലിച്ചു എന്ന് ഈ സംസ്ഥാനത്തെ ജയിൽ DGPക്ക് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കാനുള്ള കാരണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പത്രത്തിൽ വാർത്ത ചോർന്നത് കൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. കോൺഫിഡൻഷ്യലായി ചോദിക്കുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡം പാലിക്കണം. അതുപോലും പാലിച്ചിട്ടില്ല എന്നുള്ളതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. ശക്തമായി തന്നെ പരിശോധിക്കുമെന്ന് പറയാൻ ധൈര്യം പറഞ്ഞല്ലോ. ഈ ഉത്തരത്തിന്റെ ഭാഗമായി അല്ല, ഒരു മിനിറ്റ്, ഈ 4 പേരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക മാനദണ്ഡം പ്രകാരം അവർ ഉൾപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ട് എന്ന് അങ്ങ് പറഞ്ഞല്ലോ. എന്തായിരുന്നു ആ തെറ്റ്? മുഴുവൻ പേരെയും പരിശോധിച്ചു എന്നാണ് അങ്ങ് അതിന് ന്യായീകരണം പറയുന്നത്. മുഴുവൻ പേരെയും പരിശോധിച്ചു എന്നതിൽ എനിക്ക് തർക്കമില്ല. ഈ റെക്കമെൻഡ് ചെയ്തതിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിലാണ് ഞാൻ സംശയം ചോദിച്ചത്. അത് ഞാൻ ചോദിച്ചാൽ എന്തായിരുന്നു തെറ്റ്? അത് 4 പേരുടെ സെപ്പറേറ്റ് ലിസ്റ്റ് അല്ലെന്നും 59 പേരുടെ ലിസ്റ്റാണെന്നും 56 പേരുടെ ലിസ്റ്റിൽ ഇവർ ഉൾപ്പെട്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ? TP കേസിലെ പ്രതികൾ മറ്റുള്ളവർക്കില്ലാത്ത എന്ത് ആനുകൂല്യവും എന്തു നല്ല നടപ്പ് ചരിത്രവും ഉൾപ്പെട്ടിട്ടാണ് ഇവർ ഈ മാനദണ്ഡ പ്രകാരം ഇവർ 4 പേർ മാത്രം, ആ കേസിലെ പ്രതികളിൽ ഇവർ 4 പേർ മാത്രം ഈ ലിസ്റ്റിൽ പെട്ടതെന്നാണ് ഞാൻ അരുണിനോട് ചോദിച്ചത്. അതെ, അത് ഉത്തരം പറയേണ്ടത് KS അരുൺകുമാർ അല്ല, അത് ഉത്തരം പറയേണ്ടത് KS ശ്രീജിത്ത് ആണ്. അത് കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടന്റ് ആണ്. അതാണ് ഇവിടെ ഗവൺമെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുന്നത്. എങ്ങനെ ഈ 4 പേർ കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിന് വിരുദ്ധമായി അതിൽ പെട്ടു എന്ന് ആ ഉദ്യോഗസ്ഥൻ പറയേണ്ടി വരുന്ന സാഹചര്യം ഈ രാജ്യത്ത് നിയമവ്യവസ്ഥ അനുസരിച്ച് പറഞ്ഞേ പറ്റൂ. അത് വരുമ്പോ നമുക്ക് ചർച്ച ചെയ്യാം. അതുമായി ആഭ്യന്തര വകുപ്പിനും ജയിൽ വകുപ്പിനും കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് സംവിധാനം ഉത്തരം പറയേണ്ടതുണ്ട്. പിന്നെ TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള പട്ടികയിൽ അവർ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരന്, KK രമയ്ക്ക്, പ്രതിപക്ഷ MLA-കാർക്ക്, മാധ്യമ പ്രവർത്തകർക്ക് ഒക്കെ തോന്നുന്ന ഒരു സംശയമുണ്ട്. അതെങ്ങനെയാണ് 20 വർഷക്കാലം ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് രാഷ്ട്രീയ ബുദ്ധിയുള്ള, പത്രം വായിക്കുന്ന, വാർത്തയറിയുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം നമ്മുടെ സ്പീക്കർക്ക് തോന്നിയില്ല, നമ്മുടെ മന്ത്രിമാർക്ക് തോന്നുന്നില്ല, ഭരണപക്ഷത്തുള്ള ആർക്കും തോന്നുന്നില്ല. അങ്ങനെ തോന്നാതെ തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, എല്ലാം തെളിഞ്ഞു കഴിഞ്ഞതിനാൽ ഇനി അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം സംശയലേശമന്യേ ഉണ്ടാകുന്ന ജാഗ്രത കുറവാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. അരുൺകുമാർ, ഇടവേള. ശ്രീ ജ്യോതികുമാർ ചമക്കാല, കുറച്ചു മുമ്പ് ശ്രീമതി KK രമ MLA നമ്മളോട് പറഞ്ഞു, ഈ സർക്കാർ പോകുന്നതിന് മുൻപ് ഉറപ്പായും ഈ പ്രതികളെ പുറത്തുവിടാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന്. പക്ഷേ ഇന്ന് മന്ത്രി സംശയലേശം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല, അത്തരമൊന്നും അജണ്ടയിലില്ല എന്ന്. പ്രതിപക്ഷം അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? സ്വാഭാവികമായിട്ടും ഈ കേസിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിനും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുന്നത്, ആശ്രയിക്കാൻ കഴിയുന്നത് നമ്മുടെ നീതിന്യായ പീഠങ്ങളെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോഴും ഈ 20 വർഷം കഴിഞ്ഞ് ഇവരുടെ ഇളവുകൾ പരിഗണിക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് കിട്ടാതിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിലെ ഏതെങ്കിലും വാക്കുകൾ പിടിച്ചുകൊണ്ട് അവർക്ക് പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പെർമിഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇളവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 20 വർഷത്തിന് ശേഷമായി പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് പരോൾ എന്ന വാക്ക് കടന്നുകൂടി എന്നുള്ളത് മാത്രം അദ്ദേഹം പറയുന്നതാണ്. ഇനി പറയുന്നു പരോൾ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്, സ്വഭാവം അല്ലെങ്കിൽ ഇടപെടലുകൾ, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് പരോൾ കൊടുക്കാം. ഈ മാന്യന്മാരുടെയൊക്കെ സ്വഭാവം അതിഗംഭീരമാണേ. ഇവരെ സംബന്ധിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളാണ്. ജയിലിൽ കിടന്നുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തുകയാണ് ഇവര്. ഈ നമുക്കറിയാം, പിന്നെ എന്താ, ഒരു വണ്ടി പോലും, ഒരു ടാക്സി പോലും സ്വന്തമായിട്ടില്ലാതെ ഏറ്റവും കൂടുതൽ ടാക്സി വ്യാപാരം അല്ലെങ്കിൽ ടാക്സി സർവീസ് നടത്തുന്ന കമ്പനിയുടെ പേര് ഊബർ എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വർണ്ണക്കട പോലും ഇല്ലാതെ ജയിലിൽ നിന്നുകൊണ്ട് സ്വർണ്ണ കച്ചവടം നടത്തുന്ന മാന്യന്മാരുടെ പേരാണ് ഈ പറയുന്ന. അവരെ കുറിച്ചാണ്, അവരുടെ സ്വഭാവത്തെ കുറിച്ച്, അവരുടെ ഇടപെടലിനെ കുറിച്ച് പറയുന്നത്. മയക്കുമരുന്ന് കച്ചവടം, അത് ജയിലിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇഷ്ടക്കാർക്ക് കൂട്ടിയ വിലയ്ക്ക് കൊടുക്കുന്ന മയക്കുമരുന്ന് കച്ചവടം, ഫോണിന്റെ ഉപയോഗം ജയിലിൽ സംബന്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കൽ കേസ്, സ്വർണം വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന് അത് കൊണ്ടുപോകുന്ന വഴിക്ക് അവരെ തടഞ്ഞു നിർത്തി അവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന, അതായത് എലനക്കി നാട് സിർനക്കി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇത് പറയുന്നത് പോലെ നടത്തുന്നവന്മാർ
കൊട്ടേഷൻ കേസുമായി നടക്കുന്നവർ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഹീനകൃത്യവും ജയിലിൽ കിടന്നുകൊണ്ട് നടത്തുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവന്മാരുടെ സ്വഭാവത്തെ കുറിച്ചും അവന്മാരുടെ മഹത്വത്തെ കുറിച്ചും ഒക്കെ ഒരു CPM-ന്റെ പ്രതി വന്നിട്ട് സംസാരിക്കുന്നത്. ലേശം ഉടുപ്പ് വേണം, ലേശം. ഇനി ഒന്ന് പറഞ്ഞിട്ടെ, ഇവിടെ സ്പീക്കർ ഉൾപ്പെടെ ഇതൊക്കെ അഭ്യൂഹം മാത്രമാണെന്ന് പറയുന്നു. സ്പീക്കർ പൊതുപ്രവർത്തനായിരിക്കുമ്പോ അദ്ദേഹം പൊതുപ്രവർത്തനാണല്ലോ, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ജയിലിൽ കിടന്ന പ്രതികളെ സന്ദർശിക്കുന്നത് ഉൾപ്പെടെ. അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ കടത്തി പറയുന്നില്ല, പ്രതികൾക്ക് വിവാഹം നടത്തി കൊടുക്കുന്നത്, സുഹൃത്തിന്റെ ഭാര്യയെ പോലും തട്ടിക്കൊണ്ടുവന്ന് വിവാഹം നടത്തി കൊടുക്കുന്നതിൽ ഉൾപ്പെടെ CPM-ന്റെ വ്യക്തിപരമായിട്ട് പോകേണ്ടത്. കാരണം എനിക്ക് അരുൺകുമാറിലേക്ക് പോകാനുള്ള സമയമില്ല എന്നുള്ളതുകൊണ്ടാണ്, ഇനി അരുൺകുമാറിലേക്ക് പോകാനുള്ള സമയമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇനി വ്യക്തിപരമായ പരാമർശം വേണ്ടതില്ല എന്ന് പറയുന്നത്. എന്തായാലും നിയമസഭയിൽ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, സസ്പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ തന്നെ സർക്കാർ ഇത് സംബന്ധിച്ച ഒരു കത്ത് പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് ജയിൽ സൂപ്രണ്ട് നടത്തിയ പരാമർശത്തിൽ ആ കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കും എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്ന് പറയുന്നത്. അത് സംബന്ധിച്ച വാർത്തകൾ വരും ദിവസങ്ങളിൽ വരികയും ചെയ്യും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.